കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വികസനം നമുക്ക് നാടിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമാണ് എല്ലാ പ്രദേശത്തും. എന്നാൽ അതിനെന്തൊരു വലിയൊരു ചുവടുവയ്പ്പാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സ്വപ്നം ഒരിക്കൽ കൂടി അതിൻ്റെ ചിറകുകൾ മുളച്ച് അവിടെ പറക്കുകയാണ്. നമുക്കതിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ സന്തോഷമാണ് ഈ അവസരത്തിലുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് ആദ്യകാലം മുതൽ ഇതിന് കൂടെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത് തുടങ്ങിയത്. അന്നുണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും മാണി സാറിനെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. പക്ഷേ അതിനുശേഷം പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഇത് UDF കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നോക്കുകയില്ല എന്നല്ല, ശ്രീ ജോർജ് തോമസ് MLA അത് ഒരു പാതി വഴി പിന്നിട്ടു. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ MLA ലിൻഡോയ്ക്ക് 100-ൽ 100 മാർക്ക് നൽകുകയാണ്. അതായത് ഇതൊരു വലിയ പദ്ധതിയാണ്, ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിനൊരു നിശ്ചയദാർഢ്യത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് ഈ നിലയ്ക്ക് തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം. പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ പരിസ്ഥിതി അടക്കമുള്ള അതൊരു പ്രശ്നമായി തന്നെ മുൻപോട്ട് വരും. അപ്പോൾ അതിനെല്ലാം മറികടന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു നിശ്ചയദാർഢ്യം, ആദ്യം ഈ പ്രൊജക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യത്തെ മിനിസ്ട്രിയിൽ അദ്ദേഹം ഇതേക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, എന്തിനു വരുന്നു എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് നമ്മൾ നടപ്പിലാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പിന്തുണ ഏതൊരു പ്രോജക്റ്റിനും പ്രധാനപ്പെട്ടതാണ്. നമുക്കത് അങ്ങനെ ഈ പദ്ധതിയിൽ ചേർത്ത് വെച്ച് നടപ്പിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രിയോട് ഉള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി, അതായത് ഈ മലയോര മേഖലകളിൽ നിന്നും ആളുകൾ വീടും സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു പദ്ധതി മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആളുകളെ കൂടുതൽ ഇവിടേക്ക് പിടിച്ചിരുത്താനും ടൂറിസം മേഖലയ്ക്ക് ഉൾപ്പെടെ അതൊരു വലിയ ഒരു ഗുണമാകുമെന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും, അതിന് യാതൊരു സംശയമില്ല. ഈ പ്രദേശം, ഈ മുത്തപ്പൻ പുഴ ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ ധാരാളം ആളുകൾ വിറ്റിട്ട് സ്ഥലം വിറ്റ് പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് വലിയൊരു പ്രതീക്ഷയാണ് ആളുകൾക്ക് അതിലുള്ളത്. അതവരുടെ മുഖത്തുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം ഇതിൻ്റെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എത്രയോ വളർച്ചയാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. നേരിട്ട് കാണുകയല്ലേ. അപ്പോൾ മുന്നോട്ടുള്ള ഭാവി എത്രയോ ശോഭനമായിരിക്കും.